തമിഴ് മക്കളുടെ കാണപ്പെട്ട ദൈവമാണ് മുരുകൻ അഥവാ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യ സ്വാമി അവരുടെ കുലദൈവം കൂടിയാണ്. ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിൽ മുരുക ഭക്തർ ഒരു മുരുക ഭക്ത സംഗമം സംഘടിപ്പിച്ചു മധുരയ്ക്കടുത്ത്. ഇപ്പോഴിതാ അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ എതിരെ മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പെരുമാറി എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലെ DMK സർക്കാർ കേസെടുത്തിരിക്കുകയാണ്. എന്താണ് സർ, ഈ രാജ്യം എങ്ങോട്ടേക്കാണ് പോകുന്നത്? മുരുകൻ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദിയാണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നിപ്പോകും. നോക്കൂ, ഹേ റാം എന്ന് പറഞ്ഞാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അടച്ചത്, അന്ത്യശ്വാസം വലിച്ച് ചരിത്രത്തിൻ്റെ കാലയവനികയ്ക്കുള്ളിലേക്ക് പോയത് എന്ന് പറയുന്നത് പോലെ ഏതൊരു തമിഴൻ്റെയും നാവിലുദിക്കുന്ന മന്ത്രമാണ് മുറുഹ എന്നുള്ളത്. മുരുക എന്നല്ല അവർ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഡയലക്റ്റിൽ സ്ലാങ്ങിൽ അവർ പറയുക മുറുഹ മുറുഹ എന്നുള്ളത് അവരുടെ ജീവമന്ത്രം. മുരുകനോടുള്ള ഭക്തി എന്നുള്ളത് നമുക്കറിയാം. അതെ അതെ, അതാ തമിഴനെയും മുരുകനെയും വേർതിരിക്കാൻ പറ്റില്ല. തമിഴ് സംസ്കാരത്തിൽ നിന്ന് മുരുകനെ എടുത്ത് മാറ്റാൻ ആ തമിഴ് സംസ്കാരത്തിന്റെ ജീവൻ നഷ്ടപ്പെടും. ഏത് സ്റ്റാലിൻ വിചാരിച്ചാലും ഏത് പോൾപോട്ട് വിചാരിച്ചാലും നടക്കാത്ത അസത്യമായ കാര്യമാണ്. നമ്മളെങ്ങനെ ശബരിമലയിലെ അവരെ ആരാധിക്കുന്നതാണ് കൂടുതൽ. അതെ അതെ, ശബരിമല അയ്യപ്പനെ കല്ലും മുള്ളും എല്ലാം ചവിട്ടി കാലിക്ക് മെത്തയാക്കിക്കൊണ്ട് അവിടെ പോകുന്നത് പോലെ കയറുന്ന ഒരിടമാണ് പളനിക്കുന്ന് എന്ന് പറയുന്നത്. ഒരുപാട് മുരുകക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അതെ, ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, എന്തു ത്യാഗങ്ങൾ സഹിച്ചും കവിളിൽ കൂടി ശൂലം കുത്തി ഇറക്കിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി മുരുകന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പോകുന്ന ഭക്തന്മാരുള്ള ഒരുതരം തീവ്ര ഭക്തിയുള്ള ആൾക്കാരാണ് അവിടെ. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കാവടിയായിട്ട് മുരുകന്മാർ പോകുന്ന, മുരുകനെ കാണാൻ വേണ്ടി പളനിമല കുന്നുകളിലേക്ക് പോകുന്ന എത്രയോ കാഴ്ചകൾ മലയാള ചലച്ചിത്ര നഭസിൽ തന്നെ ഉണ്ടല്ലോ. നക്ഷത്രങ്ങളായിട്ടുള്ള ഇത്തരം പാട്ടുകൾ ടിമി ടോമി പാടിയതുപോലെ, അതുപോലെ ജയചന്ദ്രൻ പളനിമല കോവിലിലെ പാൽക്കാവടി എന്ന് പറയുന്ന ആ പാട്ട് ഒക്കെ. അതുപോലെ തമിഴ്നാട്ടിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ രാവിലെ ജ്ഞാനപ്പഴമേ എന്ന് പറയുന്ന ആ പാട്ടാണ്, ജ്ഞാനപ്പഴത്തിൽ പിഴിഞ്ച് എന്ന് പറഞ്ഞ് MS സുബ്ബലക്ഷ്മി പാടുന്ന പാട്ടുകളാണ് ആ നാടൻപാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു കായസഞ്ചിയും എടുത്ത് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് മുരുകക്ഷേത്രങ്ങളിലേക്ക് പോയി അവിടെ നീണ്ട ഭസ്മക്കുറിയും ധരിച്ചുകൊണ്ട് വരുന്ന ഭക്തന്മാരും ചേർന്ന ഒരു സംസ്കാരമാണ്. അതിനെയാണോ സാർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ഈ കേസ് എന്തിന് ഇവർ എടുത്തു എന്നാണ് നമുക്ക് അത് പറയാം. ഇവർ മതസ്പർദ്ധ ഉണ്ടാക്കും വിധം പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ഇതൊന്നുമല്ല ശരി. അതിൻ്റെ കാര്യം ഞാൻ പറയാം. നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ടായത് നടന്ന കാലത്ത് തന്നെ. അതായത് അവിടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു, ഈ സനാതന സംസ്കാരം എന്ന് പറയുന്നത് കോവിഡാണ്, ക്ഷയമാണ്, കുഷ്ഠമാണ്, സാംക്രമിക ഭീകരമായ ഒരു ഒന്നാണെന്ന് പറഞ്ഞതിന് ശേഷം അവിടെ നടന്ന ശ്രദ്ധേയമായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന അവിടെ നടന്നു. ഗവൺമെൻറ്റിൻ്റെ അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് വഖഫ് നിയമം ഉപയോഗിച്ച് അവിടുത്തെ ഒരു ക്ഷേത്രവും അതിൻ്റെ സ്വത്തുക്കളും കീഴടക്കി. അടുത്ത ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒന്നായിരുന്നു തിരുപ്പഴിക്കുണ്ട്രം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തെ പ്രസിദ്ധമായ മുരുകക്ഷേത്രം. അതിന് ചുറ്റുമുള്ള കുന്നുകൾ സ്കന്ദർ കുന്ന് ആണ്, അത് ഞങ്ങളുടേതാണ്, വഖഫാണ് എന്ന് പറഞ്ഞൊരു വകുപ്പുമായിട്ട് അവിടുത്തെ യാഥാസ്ഥിതിക മുസ്ലിങ്ങളും വഖഫോടും മുന്നോട്ട് വന്നു. ആ ക്ഷേത്രം മുരുകൻ എന്നുള്ള സങ്കല്പത്തെ തന്നെ തകർക്കാനുള്ള ഗൂഢമായിട്ടൊരു പദ്ധതിയായിരുന്നു അത്. കാരണം ഉദയനിധി സ്റ്റാലിൻ ഈ സനാതന സംസ്കാരത്തെ ഇകഴ്ത്തി ഇങ്ങനെ പറയുകയും ഇതും കൂടി ആയി കഴിയുമ്പോൾ മുരുകൻ എന്ന് പറയുന്ന ആ ദൈവം തമിഴൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പൊയ്ക്കൊള്ളും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി ഇതിനെതിരെ തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അവരൊരു പ്രതിഷേധം ഈ തിരുപ്പഴിക്കുണ്ട്രം ക്ഷേത്രത്തിന് സമീപം, ക്ഷേത്രത്തിനകത്തല്ല, നടത്തി. തിരുപ്പുറക്കുണ്ട്രത്തില് ഒരു മുരുക ഭക്ത സംഗമം, മുരുക ഭക്ത സംഗമം എന്നാണ് അതിന്റെ പേര്. ആ ഭക്ത സംഗമം എന്ന് പറയുന്ന സംഘാടകർ തന്നെ ഞെട്ടിപ്പോയി. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു. ആ സംസ്കാരം, ആ വേദിയും സദസ്സും ഒക്കെ കണ്ട നമുക്ക് അറിയാതെ രോമാഞ്ചം വരും. കാരണം അത്ര ഇങ്ങനെ കടല് പോലെ വന്നുകൊണ്ടിരിക്കുക. ഉദയനിധി പോലും ഞെട്ടിപ്പോയി. നമ്മൾ ഈ ശബരിമല സംസ്കാരം അത് ഭദ്രമായി സൂക്ഷിക്കാൻ വേണ്ടി
പന്തളത്തു നിന്ന് ആരംഭിച്ച നാമജപ ഘോഷയാത്രയുണ്ടല്ലോ, അത് ഗംഗയുടെ കൈവഴികളും പോഷകനദികളും പോലെ കേരളത്തിലുടനീളം ഒഴുകി പരന്നതുപോലെ അങ്ങനെ ഒരു വലിയ ആഴമാണ് അവിടെ സൃഷ്ടിച്ചത്. പരപ്പല്ല, ഒരു വലിയ ആഴം, ഒരു മനുഷ്യ മഹാസാഗരമാണ് അതിന് ചുറ്റും. ഒരു തരി പൂഴിയിട്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴാത്ത മട്ടിലുള്ള ഒരു കൂട്ടായ്മ അവിടെ ഉണ്ടായി. കണ്ടു ഞെട്ടി ഉദയനിധി സ്റ്റാലിൻ. സനാതന സംസ്കാരം കോവിഡാണെന്ന് പറഞ്ഞപ്പോൾ ഈ കോവിഡ് ബാധിച്ചവരെല്ലാം കൂടെ അവിടെ തടിച്ചു കൂടുന്നതുകൊണ്ട് സിംഹാസനം ഒന്ന് വിറച്ചു. ആ വിറയലിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു DMK? ഇതിനെ തടയിടാൻ തങ്ങളുടെ ഭരണ പരിഷ്കാരങ്ങൾ കൊണ്ട് നടക്കുകയില്ല, ഭരണയന്ത്രത്തിന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് DMKയുടെ നേതൃത്വത്തിൽ ഒരു ബദൽ, ഈ ബദലുകളെല്ലാം സൂക്ഷിക്കണം കേട്ടോ, ഒന്നിനെ തകർക്കാൻ വേണ്ടി മറ്റൊന്നും അവിടെ സെൻറ്റ് ജോർജ് ഫോർട്ടിന് മുമ്പിൽ വെച്ച് സംഘടിപ്പിച്ചു. എന്തായാലും തലസ്ഥാനത്ത്, ചെന്നൈ തലസ്ഥാനത്ത് അവിടെ സംഘടിപ്പിച്ചപ്പോൾ അത് പൊട്ടിപ്പാളീസായി. ഒരൊറ്റ മനുഷ്യനും ഇല്ലാത്ത DMKയുടെ കുറേ ആൾക്കാർ മാത്രമേ പങ്കെടുത്തുള്ളൂ. അതാണ് ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലായാലും ഗവൺമെൻറ് കൈകടത്തുമ്പോഴുള്ള കുഴപ്പം. വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഇതുവരെ അതിന് പരിഹാരമൊന്നും ആയിട്ടില്ല BJP വന്നിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ചമ്മലും അടിയുമായിപ്പോയി. അതാണ് കാര്യം. അതുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്തതല്ല, അവരൊന്ന് പറഞ്ഞു, ആഹ്വാനം ചെയ്തത് മാത്രമേ ഉള്ളൂ. അവിടെ യാതൊരു വിധത്തിലുള്ള ഹിംസാ പ്രവർത്തനങ്ങളും നടന്നില്ല. അല്ല സാർ, ഈ നമ്മുടെ ഈ പരിപാടിയിൽ, തിരുപ്പുറക്കുണ്ടത്ത് നടന്ന പരിപാടിയിൽ ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണാണ് പങ്കെടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഹിന്ദു മതത്തെ വിമർശിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് വരുന്നത് അറേബ്യയിൽ നിന്ന് വന്ന മതത്തിന്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് അദ്ദേഹം ഒരു വാക്ക് അവിടെ. സത്യമല്ലേ? അതാണ് ഈ കേസെടുക്കാൻ ആധാരമായിട്ട് ഇപ്പോൾ പറയുന്നത്. അതെല്ലാവരും പറയുന്ന കാര്യം. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മതങ്ങളെ പറയും, ഹിന്ദുമതം മാത്രമൊന്നുമല്ല, ഹിന്ദുമതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, അതെ, അതോടുകൂടി സിഖ് മതമുണ്ട്. ഇവൻ സൗരാഷ്ട്രീയൻ മതം പോലും ഇന്ത്യയിലുണ്ടായതല്ല, ഇപ്പോഴത്തെ ഇറാനിലുണ്ടായത്, പേർഷ്യ എന്ന് അന്ന് പറഞ്ഞിരുന്ന ആ ഇറാനിലുണ്ടായിട്ടുള്ള മതമാണ്. അവരെ അഗ്നി ആരാധകരാണ് സൗരാഷ്ട്രീയൻ. ഈ സാർ ഇപ്പോൾ പറഞ്ഞത് ഇറാനിലുണ്ടായ മതം, അവർ അഗ്നി ആരാധകരായിരുന്നു. അഗ്നി ആരാധിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ശവശരീരങ്ങൾ അവർ മലകളുടെ മുകളിൽ കഴുകനും അങ്ങനെയുള്ള ജീവികൾ ഭക്ഷിക്കാൻ വേണ്ടി മരിക്കാറാവുമ്പോഴേ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ്, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന. അങ്ങനെയാണ് പാഴ്സി കുന്നെന്നും പറഞ്ഞൊരു കുന്ന് മുംബൈയിലാണ് അവർ ഏറ്റവും കേന്ദ്രീകരിച്ചത്. ടാറ്റയും അവിടെ ആയിരുന്നല്ലോ. പാഴ്സി ഇന്ത്യ ഇത്രയും വലിയൊരു രാഷ്ട്രമാക്കുന്നതിൽ വലിയ ശക്തി സ്രോതസ്സായിട്ട് പ്രവർത്തിച്ച ആളാണ് ടാറ്റ എന്ന് പറഞ്ഞ ആദ്യത്തെ ടാറ്റ. പോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യം, വിദേശത്ത് നിന്ന് വന്ന, ഇത് കാൾ മാർക്സ് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, അധിനിവേശ സംസ്കാരങ്ങൾ ഇന്ത്യൻ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സംസ്കാരചിത്തരായിട്ട് തീർന്നു. അവരുടെ ക്രൂരമായിട്ടുള്ള ഗോത്ര സംസ്കാരത്തിലെ പരസ്പരമുള്ള ഈ കുടിപ്പക, അതുപോലെ കൊലയും, പരസ്പരം കൊല്ലുക, വെട്ടുക, തിന്നുക, ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇന്ത്യയുടെ അഹിംസ, അതിൻ്റെ പ്രേരകമായിട്ടുള്ള ആ സനാതനധർമ്മം, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ യുദ്ധ കൊതിയന്മാരാകാതെ മറിച്ച് കൂടുതൽ സമാധാനപ്രിയരായിട്ട് മാറി. ഇന്ത്യയിലെ ജനങ്ങളുടെയും പ്രധാന പ്രത്യേകത സമാധാനപ്രിയരാണ്. ആരുമായിട്ടും വഴക്കിനോ യുദ്ധത്തിനോ പോകാത്ത ഒരു സംസ്കാരമാണ് ഇന്ത്യക്ക്. സാർ, പക്ഷേ ഇതിപ്പോ ഈ തമിഴന്റെ തായ്തമിഴ് സംസ്കാരത്തിന്റെ കടക്കലാണ് DMK ഉദയനിധി സ്റ്റാലിന്, MK സ്റ്റാലിന് കത്തി വെച്ചിരിക്കുന്നത്. അതെത്ര ഭോഷ്കാണെന്നുള്ളതാണ് ഈ സംഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. പവൻ കല്യാൺ പറഞ്ഞത് 100% ശരിയാണ്. പക്ഷെ ശരികളെല്ലാം നമ്മൾ വിളിച്ചു പറയണമെന്നൊരു പ്രശ്നമുണ്ട്. അതിന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് അണ്ണാമലൈ, അതുപോലെ തന്നെ അവിടുത്തെ തമിഴ്നാട് BJP പ്രസിഡന്റ് നൈനാർ നാഗേന്ദ്രൻ, ഹിന്ദു മുന്നണി നേതാക്കളായ കാളീശ്വരം സുബ്രഹ്മണ്യകുമാർ, സെൽവകുമാർ എന്നിവർക്കെതിരെയാണ് കേസൊക്കെ എടുത്തിരിക്കുന്നത്. പവൻ കല്യാണെതിരെ കേസെടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ആന്ധ്ര ഉപമുഖ്യമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് ഒരു ഗുണമായി വരാൻ പോകുന്നു. നോക്കൂ, ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അരുണാചലത്തിന്റെ പേരിലേക്ക്, അണ്ണാമലയുടെ പേരിലേക്ക്, അണ്ണാമലയൊക്കെ പിടിച്ച് ജയിലിടുക എന്ന് പറഞ്ഞാൽ അവരുടെ പോപ്പുലാരിറ്റി ഇനിയും വർദ്ധിച്ചുകൊണ്ട് അവര് അവിടുത്തെ ദൈവങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു, അവരും കൂടി ദൈവങ്ങളായിട്ട് മാറും. അതിന് ഹിന്ദു സംസ്കാരത്തിൽ തെറ്റൊന്നുമില്ല. കാരണം ഈശ്വരന്റെ അംശമാണ് നമ്മൾ, ഓരോ മനുഷ്യനിലും ഈശ്വരൻ കൂടി, നരനും നാരായണനും. അതെ, എല്ലാ സർവ്വചരാചരങ്ങളിലും ഈശ്വരാംശം നാരായണൻ വ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും ശാസ്ത്രീയമായ വിശ്വാസമാണത്. അത് തെറ്റൊന്നുമില്ല. അദ്ദേഹത്തിനെ കൂടി ദൈവമായിട്ട് മരങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, എന്താ തെറ്റ്? നമുക്ക് തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും എല്ലാം ഇതെല്ലാം ദൈവം ചേർന്നാണ് ദൈവം എന്നാണ് അവസാനം പറയുന്നത്. ബ്രഹ്മ, അഹം ബ്രഹ്മ, അതാണ് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള സംഭവം.
നമ്മൾ തന്നെയാണ് ദൈവം എന്നുള്ളതാണ് അവർ പറയുന്നത്, അല്ലേ? ആ ഒരു വിശ്വാസത്തിന് ചേരും വിധമാണ് ഇത്രയും ജനാധിപത്യപരമായിട്ടും ശാസ്ത്രീയമായിട്ടും തയ്യാറാക്കപ്പെട്ട ഒന്നാണ് സനാതനധർമ്മം. വിവരം കെട്ട ഒരു പയ്യൻ ഇങ്ങനെ പറയുന്നത് ഈ ഉദയനിധി സ്റ്റാലിൻ്റെയും MK സ്റ്റാലിൻ്റെയും ഭാവി എന്താകും എന്നുകൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചാൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊട്ടിപ്പാളിസാവുന്നൊരു പേടിയുണ്ട് അവർക്ക്. BJPയുടെ ശക്തി കൊണ്ടല്ല, ആ വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ പാർട്ടി ഉണ്ടാക്കുന്ന ഒരു വിള്ളൽ. അതുപോലെ നാം തമിഴ് മക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടല്ലോ. നാം തമിഴാണോ തമിഴ് മക്കളാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനത് തയ്യാറായിട്ടല്ല വന്നത്. പ്രേക്ഷകർക്ക് അതറിയാം, അവർ തിരുത്തിക്കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒക്കെ വലിയൊരു തമിഴ് വെട്രി കഴകം. പിന്നെ കരുണാനിധി കുടുംബത്തിൽ തന്നെ തമ്മിലടിയ മുരശലിമാരൻ, ദയാനിധിമാരൻ, ഇതിലൊക്കെ ഭയങ്കര പല ഗ്രൂപ്പുകളായിട്ട് നിന്ന് ഈ 700 കോടി രൂപ അഴിമതി കൂടി സംഭവിച്ചിട്ടുണ്ട്. അതാർക്ക് കൂടുതൽ എടുക്കണമെന്നുള്ള കാര്യത്തിൽ കുടുംബത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ദുർബലമായിട്ടുള്ള ഒരു കുടുംബ ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഉദയനിധിയാണ് അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് വെച്ചിട്ടുള്ളത്. അയാളുടെ മകനും ഇങ്ങനെ പരമ്പരയായിട്ടുള്ള വാഴ്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാകും എന്നുള്ള ഭീതി കൊണ്ടാണ് ഇസ്ലാമിക പ്രീണനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ. അത് പക്ഷേ അതിലും വലിയ പരാജയമായിട്ട് DMKയ്ക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യത്തിൽ ബൂമറാങ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയത്തിന് ഒരു പഴുതുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.